നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഗൾഫ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഏറ്റവും കൂടുതൽ ജോലികൾക്ക് ശ്രമിക്കുന്നത് ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ്. ഇപ്പോൾ ജപ്പാനിലും ധാരാളം ഒഴിവുകൾ വരാറുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന തടസ്സം വർക്ക് വിസ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും കാലതാമസവുമൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും വരുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. ദീർഘകാല വർക്ക് വിസ നൽകാനുള്ള നടപടി സമയം കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജർമ്മനി. സാധാരണ നിലയ്ക്ക് 9 മാസം എടുക്കാറുണ്ട് വർക്ക് വിസ ലഭിക്കാൻ. ഇന്ത്യക്കാരായ വിദഗ്ധ തൊഴിലാളികൾക്ക് ഇനി 2 ആഴ്ച കൊണ്ട് ദീർഘകാല വർക്ക് വിസ അനുവദിക്കുമെന്നാണ് ജർമ്മൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദഗ്ധ തൊഴിലാളികളെ കൂടുതലായി ജർമ്മനിക്ക് അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പറയുന്നു. ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം 6 ലക്ഷത്തോളം വേക്കൻസികൾ ജർമ്മനിയിൽ ഇപ്പോൾ ഉണ്ട്. വർക്ക് വിസ നൽകാനുള്ള കാലതാമസം വിദഗ്ധ തൊഴിലാളികളുടെ പരിശീലനത്തെയും ബാധിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ വലിയ നിക്ഷേപമുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് സ്വന്തം വിദഗ്ധരെ എത്തിക്കാൻ വേഗത്തിൽ വർക്ക് വിസ അനുവദിച്ചു കിട്ടേണ്ടതുണ്ട്. ഒഴിവുകൾ നികത്താൻ വൈകുന്നത് 3 വർഷം കൊണ്ട് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് 7400 കോടി യൂറോയുടെ, അതായത് ഏകദേശം 6.82 ലക്ഷം കോടിയോളം രൂപയാണ് നഷ്ടമുണ്ടാക്കുന്നത്. ഈ വർഷം ജൂൺ വരെ 80,000 വർക്ക് വിസ ജർമ്മനി നൽകിയിട്ടുണ്ട് എന്നാണ് ഫെഡറൽ ഫോറിൻ ഓഫീസിന്റെ കണക്കുള്ളത്. ഇതിൽ പകുതിയിലധികവും വിദഗ്ധ തൊഴിലാളികൾക്കാണ് ഇത്തരം വർക്ക് വിസ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി ജർമ്മനിയിൽ എത്തിയതിനു ശേഷം ജോലി തിരഞ്ഞെടുക്കാം എന്ന് കരുതണ്ട. അങ്ങനെ ഒരു ഓപ്ഷൻ ജർമ്മനിയിലില്ല. നിങ്ങൾക്ക് തൊഴിൽ വിസ ലഭിച്ചതിനു ശേഷം മാത്രമേ ജർമ്മനിയിൽ തൊഴിൽ തേടുന്നതിന് സാധിക്കുകയുള്ളൂ. തൊഴിൽ തേടുന്നതിനായി വിസയോ റെസിഡൻസ് പെർമിറ്റോ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 10 മണിക്കൂർ വരെ ട്രയൽ വർക്ക് ചെയ്യാനുള്ള അർഹതയുണ്ട്. യൂണിവേഴ്സിറ്റി ബിരുദമുള്ള വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസ, റെസിഡൻസി ആക്ടിന്റെ സെക്ഷൻ 18B, EU ബ്ലൂ കാർഡ്, തൊഴിലധിഷ്ഠിത പരിശീലന യോഗ്യതകളുള്ള വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസ, പ്രായോഗിക പ്രൊഫഷണൽ അറിവിന്റെ കാര്യത്തിൽ തൊഴിലിനായുള്ള വിസ, ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ, പ്രൊഫഷണൽ ഡ്രൈവർമാർ എന്നിങ്ങനെയുള്ള പ്രൊഫഷണലുകളുടെ എല്ലാ ഗ്രൂപ്പുകൾക്കും, അതുപോലെ തന്നെ അൽബേനിയ, ബോസ്നിയ, ഹെർസഗോവിന, കൊസോവോ, മോണ്ടിനിഗ്രോ, നോർത്ത് മാസിഡോണിയ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാർക്കുമെല്ലാം നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജർമ്മനിയിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു വർക്ക് വിസ ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി അല്ല എന്നുണ്ടെങ്കിൽ ജർമ്മൻ വിസ നൽകുന്ന കേന്ദ്രങ്ങളിൽ തന്നെ വർക്ക് വിസ ലഭിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഒരു വർക്ക് വിസ ലഭിക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ എളുപ്പമായ കാര്യമാണ്. 2 ആഴ്ച കൊണ്ട് തന്നെ വർക്ക് വിസ കിട്ടും. അതുകൊണ്ട് ഒരു വിദേശ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജർമ്മനിയിൽ ഇപ്പോൾ ഉള്ളത് ധാരാളം ഒഴിവുകളാണ്. നല്ല പോലെ തന്നെ പഠിച്ചിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം IT മേഖലയിലുള്ളവർക്ക്, ഡ്രൈവർമാർക്ക്, ഡോക്ടർമാർക്ക് എല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള ജോലി ഒഴിവുകളും ഇപ്പോൾ ജർമ്മനിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് അത്തരം ജോലികൾക്ക് ശ്രമിക്കുന്നവർ ഈ വഴിക്കൊന്ന് നോക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.